ഇന്ന് നമ്മൾ വിയറ്റ്നാമിനോടും ഇവിടുത്തെ നല്ല മൊമെന്റ്സിനോടും യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് തിരിക്കാണ് കേട്ടോ. ഇവിടെ വന്ന് ഇത്രയും ദിവസമായിട്ടും ഇന്നാണ് ഇവിടുത്തെ പൂള് കാണാൻ ടൈം കിട്ടിയത്. ഇവിടുത്തെ പൂള് 10 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. അപ്പൊ തന്നെ അത്യാവശ്യം നല്ല വെയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. 7th ഫ്ലോറിലായിരുന്നു നമ്മുടെ ഈ പൂള്. ഇവിടെ എവിടെ തിരിഞ്ഞാലും ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം റൂമിലെത്തി സാധനങ്ങളെല്ലാം വാരിക്കെട്ടി ഒരു കണക്കിനാണ് എല്ലാം കൂടി കുത്തി നിറച്ച് കയറ്റിയത്. എന്തായാലും വെയിറ്റ് കൂടുതലാണെന്നറിയാം, അതിന് എന്തോരണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ എയർപോർട്ടിലോട്ട് പോവാൻ റെഡിയായി ചിക്കു പറഞ്ഞത് നോക്കി നിൽക്കാണ് ഞാൻ. ഇത് മിസ്റ്റർ ഷെഫ്സിന്റെ ചീസ് കേക്ക് ഇന്നലെ നമ്മൾ 7-Eleven കയറിപ്പോൾ വാങ്ങിയതാണ്. വിശക്കുമ്പോൾ കഴിക്കാന്ന് വെച്ച് ഞാനിത് ബാഗിൽ എടുത്തിട്ടിരുന്നു. നല്ല അടിപൊളി സോഫ്റ്റ് കേക്ക്, വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ വിചാരിച്ച പോലെ തന്നെ വെയിറ്റ് കൂടിയതുകൊണ്ട് ഫൈൻ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാം കൂടി 20 kg ആയിരുന്നു നമുക്ക് പറ്റണത്. പക്ഷെ നമ്മുടെ 40 kg ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്യണത് മണ്ടത്തരാണ്. ഡ്യൂട്ടി ഫ്രീന്ന് വാങ്ങണതായിരുന്നു നല്ലത്. അങ്ങനെ ഇവിടെ നിന്ന് കോലാലംപൂർക്കാണ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഞങ്ങൾക്ക് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടാണ് സീറ്റ് കിട്ടിയത്. ഇത് അവിടുത്തെ ഗ്രാബുകാരുടെ ടീഷർട്ടാണ്. ചിക്കു ഒരു മെമ്മറിക്ക് വേണ്ടി ഇവിടുന്ന് വാങ്ങിയതാണ്. ഫ്ലൈറ്റിൽ നല്ല തണുപ്പായിരുന്നുകൊണ്ട് ഞാൻ ഇതങ്ങ് എടുത്തു. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ബുക്കാറ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. പറക്കും തളികയിലെ ബുക്കാറ ചിന്നക്കുട്ടി അല്ല കേട്ടോ, ഇത് വേറെ. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. ഈ മധുരമുള്ള അച്ചാറ് സൂപ്പറായിരുന്നു. ഇതാണ് ചിക്കുവിന്റെ ഫുഡ്. ഞാൻ ഈ ജാക്കറ്റും ഇട്ട് പറഞ്ഞത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അവിടുത്തെ ടാക്സി ഡ്രൈവർമാരും ഫുഡ് ഡെലിവറി ബോയ്സും ആണ് ഇതിട്ട് നടക്കണത്. അതുകൊണ്ടാവും ആരൊക്കെയോ എന്നെ നോക്കി ചിരിക്കണ പോലെ ഒരു ഫീല് തോന്നിയതാവും.